ഭാര്യയുടെ വാക്കുകൾക്ക് നിങ്ങൾ ചെവി കൊടുക്കരുത്. രോഗികളെ സുഖപ്പെടുത്തിയവർ, കടലിനെ ശാന്തമാക്കിയവർ, മരിച്ചവരെ ഉയർപ്പിച്ചവർ, മോക്ഷാവിന്റെ തെരുവീതികളിലൂടെ ഇതാ വരുന്നു. ദാവീദിന്റെ പുത്രൻ വന്നാലും ഈ തെരുവീതികളെ വിശുദ്ധമാക്കിയാലും യഹോവയുടെ നാമം വിജയിക്കട്ടെ. ബന്ധങ്ങൾ തകർക്കാൻ ശ്രമിക്കുന്നവർ നരകത്തിന്റെ സന്തതികളാണ്. കുടുംബങ്ങളും വംശങ്ങളും ദൈവിക മഹത്വത്തെ പ്രഘോഷിക്കാൻ കൂടിയാണ്. സ്നേഹത്തിൽ പടുത്തുയർത്തിയ ബന്ധങ്ങളെ ഭിന്നിപ്പിക്കരുത്. അന്യദേവന്മാരെ ആരാധിക്കരുത്. ലഹരിയിൽ അടിമപ്പെട്ടവർ പിശാചിനെയാണ് കൂട്ടുപിടിക്കുന്നത്. സ്നേഹ കൂട്ടായ്മകൾ എന്നും നിലനിൽക്കണം, കുടുംബങ്ങളുടെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് വേണ്ടി. വരൂ, നമുക്ക് ഈ ഗുരുവിനെ അനുഗമിക്കാം. ഈ ഗുരുവിന്റെ വാക്കുകൾ കേൾക്കാം. വരൂ. എന്നെക്കാളും എത്ര നല്ല പാട്ടുകാരാ നമ്മുടെ ഇടവകയിലുള്ളത്. നീ വെറുതെ പറയാ. ഒരൊറ്റത്തിന് മര്യാദയ്ക്ക് പാടാൻ അറിയില്ല. മൈക്ക് കയ്യിൽ കിട്ടിയ കടിച്ചാ തിന്നും. ഇതാണ് തരകൻ ഫ്രാൻസിസ്. അപ്പൊ മറിയാമ്മേച്ചിനെ പേടിയുണ്ടല്ലേ? ഒന്ന് പോടി പെണ്ണേ. ചോദിച്ചോ, വാർഷികത്തോട് ബന്ധപ്പെട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒക്കെ അടിപൊളിയായിട്ട്. പച്ചക്കറി ആ ജോൺസ് കൃത്യസമയത്തോടെ എത്തിച്ചിട്ടുണ്ട്. എത്തിക്കുന്നേ ഇറച്ചി കൂട്ടാനില് ലേശം കാര്യം കൊള്ള ഇതൊന്നും കുഴപ്പമില്ല. അതൊരു വിഷയമല്ല. എന്തായാലും നമ്മളെ കുടുംബ കൂട്ടായ്മ വാർഷികം നടത്തുന്ന പോലെ മറ്റ് യൂണിറ്റുകാരെ നടത്തണ്ടോന്ന് ചോദിച്ചാ എന്റെ അറിവിലില്ല. എന്റെ പൊന്നു ഡേവിയെ, ഈ ഐഡിയകളൊക്കെ ഞാൻ പറഞ്ഞതല്ല. ഇത് വെച്ചിട്ടാണ് ഈ അടിച്ചു കയറി നിക്കണേ. എന്റെ തേലിയില്ല. നീ അവിടെ കിടന്ന് വട്ടപ്പാലം തിരിയുണ്ട്. ആ വട്ടച്ചെമ്പ് കഴിക്കേണ്ട കാര്യം നോക്കിയേ. ഇതൊക്കെ നോക്കപ്പെടാൻ ആൾക്കാരുണ്ട്. ഇങ്ങോട്ട് നോക്കിയേ. ഉപ്പ തെരിക്ക് കൂടി. എന്റെ കൂടെ പുറമെ ഞാനിതിൽ ഉപ്പിട്ടിട്ടില്ല. ശരി, എന്തെങ്കിലും കാര്യങ്ങളെ ഞാൻ അതിലും വലിയ ടെൻഷനില്ല ലോഹിച്ചേട്ടാ. ഈ ത്രേസ്യത്തിന്റെ ഒറ്റ നിർബന്ധത്തിലാ കുടുംബ കൂട്ടായ്മ വാർഷിക ഈ വീട്ടിൽ വെച്ചത്. ഗൃഹനാഥം വേണം, സ്വാഗതം പറയാനും ബൈബിൾ വായിക്കണം. അത് അച്ഛന് വളരെ നിർബന്ധ. ഇതൊക്കെ ചെയ്യേണ്ട ഈ വീട്ടിലെ മരുമോൾക്ക് ഇതിനോടൊന്നും ഒരു താല്പര്യമില്ല. കോള വരുമ്പത്തെ കൊക്കിരിക്കണ പോലെ ഒറ്റപ്പെട്ട ജീവിതം അവൾക്ക് ഇഷ്ടം. ഈ ഒറ്റപ്പെട്ടതെന്ന് പറഞ്ഞപ്പോ പറയാ, അവളെ ഭർത്താവില്ലേ ആ പെട്ടതോമ, അവന് ഞാനും ഒരുമിച്ച് കളിച്ചു വളർന്നതാ. അത് മാത്രല്ല, പള്ളി കാര്യങ്ങളൊക്കെ അവന് ഭയങ്കര ഇഷ്ടാ. ഈ നമ്മൾ നടത്തുന്ന ഈ യൂണിറ്റ് വാർഷികത്തിന് പല പ്രാവശ്യം പേര് പറയാൻ താല്പര്യം പൈസ തരാറില്ലേ, അത് അവന്റെ ഭാര്യ പറയണ ഈ തോമ തരണതാ. ശരിയാ, അവൻ വേണ്ടത് കൊടുക്കുന്നുണ്ട്. അവന്റെ മനസ്സിന്റെ നന്മയൊന്നും എന്റെ മരുവൾക്ക് ഇല്ലാട്ടാ. മക്കൾക്കറിയോ, ഞാൻ അവിടെ നിന്ന് ഒരു കയ്യില് കഞ്ഞി കുടിക്കുന്നതിന്റെ കണക്ക് വരെ അവൾ എന്നോട് പറയും. എന്നെ തല്ലണില്ലാന്നേ ഉള്ളൂ. ചില നേരത്ത് അവളുടെയും മോളുടെയും കുത്തുവാക്കുകൾ കേട്ട മരിച്ചാ മതി. മക്കള് പറഞ്ഞില്ലേ അവന്റെ സഹായങ്ങള്. എന്റെ കുഞ്ഞിപ്പാലിന്റെ പോയിട്ട് 8 വർഷമായി. അവനെ ഞാൻ എല്ലാ ദിവസവും പള്ളിയിൽ കൊണ്ടുപോകും. അവിടെ ആയാലും അവൻ ഈ പതിവ് തെറ്റിച്ചിട്ടില്ല. എന്നാലും നിങ്ങളുടെ മരുവള് വികാരച്ചൻ വരുമ്പോഴേക്കെങ്കിലും ഷേർലി വരുമോ? വന്നതന്നെ. ഡെല്ലമോളുടെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിട്ട് പോവാന്നാ എന്നോട് പറഞ്ഞത്. ഡെല്ലയുടെ നഴ്സിംഗ് എക്സാം കഴിഞ്ഞോ? കാര്യങ്ങളൊക്കെ ഇടയ്ക്ക് ഞാൻ ചോദിക്കാറുണ്ട്. ജീസസ് യൂത്തിലെ ഇവിടുത്തെ ഡെല്ലിനെ മോൾക്ക് ചേർത്തിക്കൂടെ? അതൊന്നും ശരിയാവില്ല അങ്ങളെ. പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട്. ഒരുപാട് പറയണ്ട. ഇവിടെ അല്ലാണ്ട് 100 കൂട്ട കാര്യങ്ങളാ. അല്ല, ആങ്കറിങ്ങിന്റെ കാര്യം സെറ്റാണോ? അതൊക്കെ സെറ്റാണ്. എന്റെ ഡേവിയ, ഇവിടെ നിന്ന് നേരം കളയണ്ട.
നമുക്ക് വിയൂര് പോയിട്ട് ജയിച്ചപ്പത്ത് വാങ്ങിട്ട് വരാം വാ. നീ ഇങ്ങോട്ട് പോന്ന പോലെ വെറുതെ അല്ല ഇയാളെ നാട്ടുകാർ ഉപദേശിച്ചു വരുന്നേ. ഈ ഷേണിന് വീട്ടാടി എനിക്കറിയാം. എന്റെ ഏലാമ്മയുടെ വീടിന്റെ അടുത്താ ഇവരെ വീട്. ഇവർക്ക് ചാത്തിന്റെ പരിപാടി ഉണ്ടെന്നാ നാട്ടില് വർത്താനം. മോളായിട്ടത് ആരോടും പറയാൻ നിക്കണ്ടാട്ടാ. ആ എന്തായി നമ്മുടെ പരിപാടികളൊക്കെ? എന്നാ ഇതൊന്നും കേട്ടു നോക്കിയേ. അടുത്തതായി നിങ്ങളുടെ മനസ്സിനെ ഒരുപാട് ഓർമ്മകളിലേക്ക് നയിക്കുന്ന പുത്തൻപാന പാരായണമായി നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നു സെലീന ആൻഡ്രോസ്. ഒന്ന് പോകടാവേ. എന്റെ പ്രാഞ്ചേട്ടാ, ഇന്ന് നമ്മുടെ കുടുംബ കൂട്ടായ്മ വാർഷികമായിട്ടെങ്കിലും ഈ മദ്യം ഒന്ന് ഒഴിവാക്കിയായിരുന്നു കേട്ടാ. എന്റെ പൊന്നു മോളെ, ഈ പ്രാഞ്ചേട്ടൻ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല. എന്റെ പരിശോധനയുടെ റിസൾട്ട് കിട്ടി. മാത്യൂസ് ഡോക്ടർ എന്നെ വിളിച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞു. മോളെ, പ്രാഞ്ചേട്ടൻ നാട്ടുകാർക്കും കുടുംബത്തിന് ഒരുപാട് ദ്രോഹങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിനുള്ള ശിക്ഷ ദൈവം തന്നു. ആത്മക്കാരുടെ പെരുന്നാൾക്ക് വികാരത്തിന്റെ പ്രസംഗം കേട്ടതല്ലേ? അർത്ഥമല്ല ഈ പ്രാഞ്ചേട്ടൻ പ്രാഞ്ചേട്ടൻ തട്ടിപ്പൊന്ന് പിടിച്ചിട്ടാണോ? ഇനിയും ഒരുപാട് നല്ല തീരുമാനങ്ങൾ എടുത്താ ഒരുപാട് വർഷം ജീവിക്കാം. ആ മറിയാമ്മച്ചിക്ക് കുറച്ച് മനസ്സമാധാനം കൊടുത്തൂടെ? പോയിട്ട് വരാം മോളെ. ഈ പോടെ പോലെ തിരിച്ചു വന്നോട്ടാ. അയ്യോ എന്റെ പിള്ളേരെ, അതൊന്നും അവിടെ വെച്ച് തേമ്പണ്ടാട്ടോ. ഷേർലി ആന്റി വന്നാലുണ്ടല്ലോ ഈ അമ്മാമനെ അവിടെ പറയാൻ പൊന്നോ. അപ്പൊ അച്ഛനോ? അച്ഛൻ വരില്ല ചേട്ടേ. അതെന്തായി? അമ്മച്ചി വിഷമിക്കണ്ട. അമ്മച്ചിക്ക് വേണ്ടി ഞാൻ എന്നും പ്രാർത്ഥിക്കാറുണ്ട്. ഈ വീടിന് വേണ്ടി ഇനി എന്നും പ്രാർത്ഥിക്കും. നിങ്ങളും പ്രാർത്ഥിക്കണം കേട്ടോ. ഡെല്ലമോളുടെ ഹോസ്റ്റലിൽ നിന്ന് വിളിച്ചിട്ടാ വികാരച്ചനും പോയത്. ഡെല്ലമോൾ ഒരു വിവരക്കേട് കളിച്ചു, ആത്മഹത്യക്ക് ശ്രമിച്ചു. ഞാൻ നിങ്ങളോട് ആരോടും പറഞ്ഞില്ലാന്നാണോ? ഡെല്ല മയക്കുമരുന്ന് ഉപയോഗിച്ചിരുന്നു. ഒരുപാട് പിന്തിരിപ്പിക്കാൻ ഞാൻ ശ്രമിച്ചതാ. അവരുടെ കൂട്ടത്തിലേക്ക് എന്നെയും ചേർക്കാൻ നോക്കിയപ്പോ ഞാൻ ഒഴിവായി പോന്നതാ. വികാരി അച്ഛനെ വിളിച്ചത് ഡെല്ലമോള് ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. അമ്മയും മകളും ഒരേ കരച്ചിലാണ്. അമ്മച്ചി വിഷമിക്കണ്ട കേട്ടോ. നമ്മൾ ഇന്നലെ കണ്ട ഷേളിയും ഡെല്ലയും ഒന്നല്ല. ഏറ്റുപറച്ചിലൊക്കെ നടത്തി നിർമ്മലമായ മനസ്സോടെ അവര് തിരിച്ചു വരുന്നത്. എല്ലാവരോടും കൂടി നെഞ്ചത്ത് കൈവച്ച് പറയാം, എന്നെ ഞാനല്ലാതാക്കിയ മദ്യത്തോട് ഞാനും ചർച്ച പറയാം. ഇന്നു മുതൽ ഈ പ്രാഞ്ചേട്ടനും നന്നാവാൻ തീരുമാനിച്ചു. എനിക്കും ജീവിക്കണം നല്ലൊരു മനുഷ്യനായി. ഇപ്പോഴാ ഈ കുടുംബ കൂട്ടായ്മയ്ക്ക് ഒരർത്ഥം ഉണ്ടായത്. നമുക്ക് ദൈവത്തോട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. തിരുക്കുടുംബത്തിന്റെ അനുഗ്രഹം യാചിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. നന്ദിയോ